ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ വീഡിയോ. നമ്മുടെ സർവൈവൽ സീരീസ് 2 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇത് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, ഇത് നമ്മുടെ രണ്ടാമത്തെ സർവൈവൽ സീരീസാണ്. എൻ്റെ ഒന്നാമത്തെ സീരീസിൽ എൻ്റെ വേൾഡ് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ അതുതന്നെ പിന്നെയും കളിക്കാണ്ട് ഞാൻ ഒരു പുതിയ സീഡ് കണ്ടുപിടിച്ചു. ആ സീഡിലായിട്ട് പിന്നെയും ഒരു കളിക്കാൻ വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ വേൾഡ് കളിക്കാൻ തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു മരം വെട്ടിയിട്ട് തന്നെ തുടങ്ങാം. ഈ ഗൈസ് ഇവിടെ നിറച്ചും ചെറിയ വുഡാണ്, ഒരു ചെറിയ വുഡ് ബയോമാണ് ഗൈസ്. ഇത് നമുക്ക് ഇത് പൊട്ടിച്ചെടുത്ത് നമുക്കിങ്ങനെ കിട്ടും. ഗൈസ് നമുക്കൊരു 3 പീസ് വുഡ് കിട്ടുക ഗൈസ്. അല്ലെങ്കിൽ നമ്മുടെ ഇവിടുന്ന് നോക്കുമ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് 3 പീസ് വുഡ് എടുക്കാം. നമ്മളിതിങ്ങനെയല്ല, ഇത് 3 നമ്മൾ ഗൈസ് പ്ലാങ്ക്സ് ആക്കുക, സ്റ്റിക്കാക്കുക, ഒരു ഇതാക്കുക. നമ്മൾ ഇവിടെ ഒരു ഇത് വെച്ചിട്ട് ഒരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സ്റ്റോൺ വേണ്ട വരും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റോൺ കളക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റോൺ കിടപ്പം ഉണ്ടാവും. ഗൈസ്, ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ സെലക്ട് ചെയ്ത സീഡാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഇത് പറയണം. ഏകദേശം നല്ലൊരു സീഡാണ്, അധികം ഓവർ ബോർഡും പോലുള്ള നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. കാരണം ഇവിടെ നിറച്ചും ചെറിയ വുഡ് വെച്ച് ഇങ്ങനെ ബോർഡറാക്കി വയ്ക്കും. പിന്നെ ഇവിടെ ഒരു വില്ലേജ്, ഇവിടെ ഒരു ഓഷ്യൻ. ആ ഓഷ്യനിലായിരിക്കും എൻ്റെ വീടും ബേസൊക്കെ സെറ്റ് ആവണേ. അതൊക്കെ സെറ്റായിരിക്കും ഗൈസ് ഈ സീറ്റ് കളിക്കാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേഗം ചെന്നിട്ട് ഇച്ചിരി സ്റ്റോൺ മൈൻ ചെയ്യണം. നമുക്ക് വില്ലേജിലോട്ട് തന്നെ ആദ്യം ഇറങ്ങാം, കാരണം അവിടെ ബ്ലോക്ക് സ്മിത്തൊക്കെ ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് മടിയിൽ നിന്ന് ഇതൊക്കെ എടുക്കാം ഗൈസ്. ഗൈസ്, ഇവിടെ തന്നെ സ്റ്റോൺ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റോൺ തന്നെ മൈൻ ചെയ്യാം ഗൈസ്. ഞാൻ സ്റ്റോണും മൈൻ ചെയ്ത് വില്ലേജിലെത്തിയിട്ട് കാണാം. അധികം ദൂരമൊന്നുമില്ല, പക്ഷെ അടുത്ത് തന്നെയാണ് ഗൈസ്. ഞാൻ ആവശ്യത്തിന് സ്റ്റോൺ മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റോൺ പിക്കാക്സ്, സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാം ഗൈസ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടുത്തെ ഇച്ചിരി വില്ലേജിലത്തെ വുഡ് തന്നെ എടുക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും വേറെ വുഡിന് വേണ്ടി. നമുക്ക് ഈ സൈഡിലത്തെ കോർണറിലെ ചെറിയ വുഡ് എടുക്കാം. ഈ സെൻറ്റയിൽ ഇൻഫോ വുഡ് ഇല്ല, ഒരു ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വുഡ് എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഉണ്ടാക്കാം. എൻ്റെ മറ്റേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ കാണാണ്ടായി പോയി ഗൈസ്. നമുക്ക് ഇതെടുത്തിട്ട് ഫസ്റ്റ് ആവശ്യമുള്ള എല്ലാ സ്റ്റോൺ ടൂൾസും ഉണ്ടാക്കാം ഗൈസ്. ഞാൻ എല്ലാ സ്റ്റോൺ ടൂൾസും ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. ഒന്ന് നോക്കിയ ഗൈസ്, ഇത് എന്ത് രസമാണ് ഗൈസ് കാണാൻ. സെറ്റ് ചെയ്യാൻ സിമുലേഷൻ ഡിസ്റ്റൻസ് കൂട്ടട്ടെ. നമുക്ക് സിമുലേഷൻ ഡിസ്റ്റൻസ് കൂട്ടാം. വീഡിയോ ചെന്നിട്ട് ഇവിടെ ഇച്ചിരി കൂട്ടാം ഗൈസ് നമുക്ക്. എന്നിട്ട് നമ്മുടെ ഫുൾ സ്ഥലം കാണാം ഗൈസ്. സെറ്റപ്പ് ഗൈസ്. ഇനിയുണ്ട് അങ്ങോട്ടേക്ക് ഗൈസ്. എന്ത് വലിയ വില്ലേജാണ്, അതിൻ്റെ കൂടെ വലിയ മൗണ്ടെയിൻസ് ഗൈസ്. ഇവിടെ സെറ്റ് ബേസ് ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. ഇവിടെ തൊട്ടടുത്ത് ഈ സ്ഥലത്ത് ഈ വെള്ളത്തിൽ നമുക്ക് ബേസ് ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ ചാടാം. ഓക്കെ, ഇവിടെ വെള്ളത്തിൽ ചാടിയുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ പോയിട്ട് 4 പില്ലേഴ്സ് ഇങ്ങനെ പൊക്കി വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു സെറ്റപ്പ് വീടുണ്ടാക്കാം. നല്ല വലിയ വീടുണ്ടാക്കാം. എന്തായാലും കഴിഞ്ഞ സീരീസിനേക്കാളും നല്ല വീട് എന്തായാലും ഞാൻ ഉണ്ടാക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ എപ്പിസോഡിൻ്റെ മെയിൻ സാധനങ്ങൾ തുടങ്ങാം ഗൈസ്. അപ്പോൾ ഈ എപ്പിസോഡിന് എനിക്ക് ഗോളുണ്ട്. നമുക്ക് ഒരു അയൺ ആർമർ ഒപ്പിക്കണം, കാരണം എനിക്ക് പറ്റുന്നത്രയും പെട്ടെന്ന് ഗൈസ് ഈ സീരീസിൽ പ്രോഗ്രസ് ചെയ്യണം ഗൈസ്. നോക്കിയത് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അറിഞ്ഞില്ലായിരുന്നു ഗൈസ്. കറക്റ്റായിട്ട് ഇവരിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അടിയിൽ ഫെൻസും വെച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായ കാര്യം അറിഞ്ഞില്ല. എന്നുവെച്ചാൽ ഈ ഫെൻസിൻ്റെ അടി വെക്കണം സാധനം. ഇതെന്താണ് ഗൈസ്? ഇത് മൈൻക്രാഫ്റ്റിൻ്റെയാണ്. ഞാൻ ഈ കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇത് ഫിഷർമാൻ്റെ വീടാണെന്ന് തോന്നുന്നത് ഗൈസ്. അതുകൊണ്ടാണ് ഇവിടെ അടുത്ത നമുക്ക് ഇങ്ങനെ എല്ലാണെങ്കിൽ ഇവിടുത്തെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഫിഷർമാൻ്റെ തന്നെയാണ് ഗൈസ്. നമുക്ക് ഈ ഫുൾ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ലൈബ്രറീൻ്റെ വീട് ഗൈസ്. നമുക്ക് തുറന്നു നോക്കിയാൽ ലൈബ്രറീൻ്റെ ഇതുണ്ട്. ലൈബ്രറീൻ്റെ എവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഇവിടെ കിടപ്പുണ്ട് ഹേബിയിലൂടെ കിടപ്പുണ്ടാവുക. കഴിഞ്ഞ സീരീസിൽ എനിക്ക് ഹേബിയിലൊക്കെ കിട്ടിയിരുന്നില്ല. ചില വില്ലേജിൽ ഹേബിയിൽ ഉണ്ടാവാറില്ല. പിന്നെ താഴത്തേക്ക് ഇറങ്ങാൻ ഇവിടെ ഇങ്ങനെ വന്നിട്ട് താഴത്തേക്ക് പോവാം. ഇവിടെ ഒരുപാട് വില്ലേജ് ഉണ്ടാവും. ഞാൻ നല്ല ട്രേഡിങ് കളൊക്കെ ഉണ്ടാക്കാം. അണ്ടർ വാട്ടർ ഉണ്ടാക്കിയല്ലോ, സെറ്റപ്പ് ആയിരിക്കും ഗൈസ്. അതൊക്കെ പിന്നെ പ്ലാൻ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ നിറച്ചും ഗോളുണ്ട് ഗൈസ്. ഇവിടെ അയം കിട്ടാൻ ചാൻസ് ഉണ്ടാവും. നമുക്ക് ഇവിടെ സൈഡിൽ കൂടെ അയം കിടപ്പുണ്ടാവും. ഉണ്ടായാൽ മതി പറഞ്ഞേ. ഈ ലക്ക് നല്ല സീനാണ്, സെറ്റപ്പ് സീനാണ്.
നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് സ്മിത്തിൽ പോവാം. അവിടെ ഒരു ബ്ലോക്ക് സ്മിത്ത് കിടപ്പുണ്ടാവും. നമുക്ക് ആ ഏരിയ പോണേക്കാളും മുമ്പ് ഈ ഏരിയ ചെക്ക് ചെയ്യാം. ഈ ഏരിയയിൽ ഇത്രയും ചെക്ക് ചെയ്തു. ഗൈസ് കിടക്കുന്നത് ബ്ലോക്ക് സ്മിത്ത്. ബ്ലോക്ക് സ്മിത്ത് കിട്ടി. പിന്നെ എൻ്റെ കൂടെ ഹേബയിലും കിട്ടി. ഇത് പൊട്ടിച്ചെടുക്കാം. ജോബ്ലെസ് ആയിട്ടുള്ള എന്തോരം വില്ലേജറുള്ള ഈ സെറ്റപ്പാണ്. സെറ്റപ്പ് സീഡാണ്. നിങ്ങൾക്ക് ഈ സീഡ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും. മുകളിലുണ്ടാവും. ഇവിടെ ഞാൻ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കി നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാം. നമുക്ക് വേഗം ബ്ലോക്ക് സ്മിത്തിൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. ഇതാണ് ബ്ലോക്ക് സ്മിത്ത്. ഇവിടെ ലാഭം ഉണ്ടാവും. ഓക്കെ, നമുക്ക് കണ്ടില്ല. ഗൈസ് ജസ്റ്റ് ഗൈസ് വലിയ സ്പെഷ്യലില്ല, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം ചെയ്യാൻ വെച്ചിട്ട്. എന്നിട്ട് ഇതിങ്ങനെ അടിക്കാം. ഈ സോഡ് മാറ്റാം. സ്റ്റോൺ സോഡിൽ നിന്ന് ഇതാക്കാം. ഇതിപ്പോൾ സെറ്റായി. 3 ഒബ്സിഡിയൻ കിട്ടി. പിന്നെ ഇത് വലിയ ഇതില്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്. വലുതായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ആ സൈഡിൽ വേറെ ബ്ലോക്ക് സ്മിത്ത് ഉണ്ടായാലോ? ഞാൻ നോക്കിയിട്ടില്ല ഗൈസ്, എനിക്കറിയില്ല അതിനെന്താണ്. അപ്പോൾ നമുക്ക് പോയി തന്നെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ ഒന്നുമില്ല ഗൈസ്. അയണുകളുണ്ട്. ഇവനെ കൊന്നാലോ എന്ന് ആലോചിക്കുകയാണ്. പക്ഷെ ഇവനെ കൊല്ലണേക്കാളും മുമ്പ് ഞാൻ അതൊക്കെ നോക്കിയിട്ട് വരാം ഗൈസ്. ജസ്റ്റ് ഇവിടെ ബ്രെഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ ആ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാം ഗൈസ് നിങ്ങൾക്ക്. പിന്നെ ഈ ഗെയിം പിന്നെ പുതിയൊരു അപ്ഡേറ്റ് ആയി ഗൈസ്. ഈ ഗെയിം ഇവിടെ ഈ ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ് ഈ സാധനം നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം സെറ്റപ്പ് ആയതുകൊണ്ട് നേരത്തെക്കാളും സ്മൂത്തറായിട്ട് കളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാണ്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് ഒരു ഫോണിൽ. അപ്പോൾ നമുക്ക് ഇവിടെ നിറച്ചും വീടാണ്. ഇതൊക്കെ ഞാൻ കണ്ടതാണ് ഗൈസ്. ഞാൻ ഇപ്പോൾ Day 2 ആയി. Day 1 ആയി, മാറിപ്പോയി. പൂജത്തി എന്ന് പറയണ ആ കാര്യം മറന്നു ഗൈസ്. Day 1 ആയി. ഇവിടെ നിറച്ചും കോളുണ്ട്. നമുക്ക് കോളിൻ്റെ പ്രശ്നം പേടിക്കണ്ട ഗൈസ്. ഇവിടെ നമുക്ക് പാത്ത് കണക്ട് ചെയ്യാറുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് നീന്തി പോകേണ്ട വരും ഗൈസ്. ഇവിടെ എവിടെയും ബ്ലോക്ക് സ്മിത്ത് ഉണ്ടോ എന്ന് നോക്കാം ഗൈസ്. ഇവിടെ ഉണ്ട് ഗൈസ്. ഇവൻ മതി. ഇവനെ കണ്ടാൽ മനസ്സിലാവും ഇവിടെ ബ്ലോക്ക് സ്മിത്ത് ഉണ്ട്. ഇവനെവിടെ ഗൈസ്? 2 ആംഗിളും അവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ നിറച്ചും വില്ലേജേഴ്സാണ് ഗൈസ്. രക്ഷപ്പെട്ടെന്ന് പറയാം. ഇവരുണ്ട് ഗൈസ്. ഇതെന്തത് ഗൈസ്? എനിക്കില്ല, അറിയില്ലായിരുന്നു. ഇത് ഫസ്റ്റ് അടച്ചിടട്ടെ, അല്ലെങ്കിൽ പ്രശ്നമാകും ഗൈസ്. വല്ല വില്ലേജസിൻ്റെ ഉള്ളിൽ വീണാൽ പ്രശ്നമാകും ഗൈസ്. ലാവാപ്പൂളി ഇവിടെ തന്നെ കിട്ടി, രക്ഷപ്പെട്ടി. ഇത് നമുക്ക് ഓർത്ത് വെച്ചേക്കാം. ഞങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ തുറന്നെടുത്താൽ പോരില്ല. സൈഡിലൊക്കെ ഉണ്ട് ഗൈസ്. ഇങ്ങനെയൊക്കെ ജനറേറ്റ് ആവുന്നത് എനിക്കറിയില്ലായിരുന്നോ. നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇതൊക്കെ വെക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇച്ചിരി ഡോട്ടെടുത്ത് പൊട്ടിക്കാം. എന്തെങ്കിലും വില്ലേജർമാർ ചാവണേക്കാളും നല്ല ഇതാണ്. എനിക്ക് ലാവപ്പൂൾ എന്തെങ്കിലും ഫ്യൂച്ചറിൽ ആവശ്യം വരും. ഇവിടെ എന്ത് നിറച്ചും ഇവന്മാർ പെട്ടിരിക്കുകയാണല്ലോ ഗൈസ്. നമുക്ക് ഇവിടെ ഇച്ചിരി പ്ലാങ്ക്സ് വെക്കാൻ പറ്റൂല. പ്ലാങ്ക്സ് കത്തിപ്പോവും, അത് പ്രശ്നം. അല്ലെങ്കിൽ പ്ലാങ്ക്സ് പണ്ടേ വെച്ചേനെ ഞാൻ. ഓക്കെ, ഇതിവിടെ വയ്ക്കാം. ഈ ഫാമറിൻ്റെ ലാൻഡ് സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ലാവയാണ് വെള്ളത്തിന് പകരം. സെറ്റപ്പ് ലാൻഡ് അൺലക്കി കൈ എന്ന് പറയാം. നമുക്കിനി 3 കൂടി വേണം. 3 ബ്ലോക്ക്. ഇവിടുന്ന് 1 2 3 ഗൈസ്. അപ്പോൾ 3 ബ്ലോക്ക് എടുത്തുകൊണ്ട് നമുക്ക് ഇതൊക്കെ അടയ്ക്കാം ഗൈസ്. ഇതാതെ വിൽക്കണ്ട, അതിൻ്റെയൊക്കെ ആവശ്യം വരും. ഇവിടെ ഹോഴ്സും ഉണ്ട്, ഷീപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ബ്ലോക്ക് സ്മിത്തിൻ്റെ കണ്ടായിരുന്നല്ല. എൻ്റെ വില്ലേജറിനെ കണ്ടായിരുന്നു. അവൻ്റെ വീടോടെ ഒരു വീട് ഞാൻ എക്സ്പ്ലോർ ചെയ്ത്. എനിക്ക് അതിന് ലൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ വീടോടെ ഗൈസ് ഇവിടെ കേവുണ്ട്. എൻ്റെ ഗൈസ് അല്ലേ, എൻ്റെ പൊന്നെ എന്തത് സീഡ് സെറ്റിട്ടാ. സെറ്റപ്പ്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ സീരീസിൽ ഏറ്റവും മെയിനായിട്ട് ആവശ്യമുള്ള 2 ക്രോപ്പുകളാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കണത്. ഇതിങ്ങനെ വളർന്നിരിക്കാൻ കാണുമ്പോൾ എനിക്ക് എടുക്കാതിരിക്കാൻ തോന്നുന്നു. എടുക്കാം ഗൈസ്. ഇതൊക്കെ എടുത്ത് ഗൈസ് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ഫാമിലി സാധനം ഇവിടെ ആക്കിയാൽ നമുക്ക് ഇനിയും കയറ്റം ഇവിടെ കിടപ്പുണ്ട്. ഇത്രയും നമുക്ക് മതി താൽക്കാലികമായിട്ട്. അല്ലെങ്കിൽ എടുക്കാം. വെറുതെ ഒക്കെ എന്തിനാ ഗൈസ്? ഇവിടെ എന്തിനാ വെറുതെ വെള്ളം വന്നിക്കണമെങ്കിൽ മനസ്സിലാവുള്ള. എന്ത് ജനറേഷനാണ് വേൾഡ് ഗൈസ്. അവിടെ നമുക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കോള് കണ്ടുപിടിക്കുക. ഇനി ആ സാധനം അവിടെ ബോംബ് സ്പോണാവും. അതിന് മുമ്പ് ഫസ്റ്റ് ഈ ആഴംകുളത്തിനെ കൊല്ലാം. ഇവിടെ ബ്ലോക്ക് സ്മിത്ത് ഒന്നും ഇല്ല, നോക്കിയതാ.
നമുക്ക് സാധാരണ ആൾക്കാർ ചെയ്യണ പോലെ ചെയ്യുക ഗൈസ്. എൻ്റെ ബ്ലോക്കിൽ ഞാൻ മറന്നുപോയി. ഓക്കെ, നമുക്ക് ഇങ്ങനെ കറങ്ങാം, ഇവിടെ കറങ്ങാം. ഊഞ്ഞു നമുക്ക് വെള്ളത്തിൽ ചാടാം ഗൈസ്. വെള്ളമുണ്ട്. ഓക്കെ, നമുക്ക് വെള്ളത്തിലേക്കാം. ബ്ലോക്ക് കൈ പിടിക്കുക. എൻ്റെ 3 ഒബ്സിഡിയൻ്റെ 3 ലോക്ക് ഉണ്ട്, അത് മതി ഗൈസ്. നമുക്ക് ഇവിടെ അവൻ എനിക്കെൻ്റെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടെ പോയിട്ട് നമുക്ക് അയ്യോ ഗൈസ് ഞാൻ ചാവും. വാടാ നീ ഗൈസ്. അവൻ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ അപ്പം ഇതിൽ കൂടെ ഇങ്ങനെ ഉള്ളിൽ കൂടെ ചെന്നിട്ട് ഇവൻ കാണാതെ ഉള്ളിൽ കൂടെ ചെന്നിട്ട് നമുക്ക് ഈ ഭാഗത്തോട്ടേക്ക് പോവുക. അവൻ മഞ്ഞേക്കാളും മുമ്പ് ചെയ്യുക ഗൈസ്. ഓക്കെ, അവൻ എന്നെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഓക്കെ, ഞാൻ വച്ചു ഗൈസ്. അവൻ പൊട്ടനാണ്, അവിടെ തന്നെ നിൽക്കണ്. അവനെ കറക്കിയിട്ട് കൊണ്ടുവരേണ്ടി വരും. മണ്ടണ്ട, നമുക്ക് അവനെ അവിടുന്ന് കൊണ്ടുവരാൻ കൂടി. അതേ വന്നെ. നമുക്ക് 1 2 3. ഓക്കെ യെസ്, നമ്മൾ റെഡിയായി. ഇവനെ കൊന്നിട്ട് കാണാം. അയ്യോ ഗൈസ്, ഞാൻ ചത്തു. ഇത്രേ ഉള്ളൂ ഗൈസ്. ഞാൻ പിന്നെയും ചത്തു എന്ന് തോന്നണേ. ചത്തു മറ്റേ ഇത് കാരണം, മറ്റേ നമ്മുടെ അയങ്കോളം കാരണം. അയങ്കോളത്തിന് എൻ്റെ കൊന്നു കളഞ്ഞു ഗൈസ്. നമുക്കിനി ഒന്നും ചെയ്യാനില്ല ഗൈസ്. നമുക്ക് ഇവിടെയുള്ള എല്ലാ അയങ്കോളത്തിനെ കൊല്ലാം. 2 അയങ്കോളം ഉണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ നമുക്ക് 2 അയങ്കോളം വെച്ചിട്ട് ഏകദേശം ആവശ്യത്തിന് അയം കിട്ടുമായിരിക്കും. എനിക്കറിയില്ല, ആ അയങ്കോളം തന്നെ ഒരു ഹിറ്റിൽ തന്നെ കൊന്നു കളഞ്ഞ്. ഞാൻ ആ സൈഡിലോട്ട് പോവുക ഗൈസ്. നമുക്ക് ഞാൻ അയങ്കോളത്തിനെ കൊന്നുകഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് കണ്ട് മൈനിങ്ങിന് പോവുക. ഇവിടെയുള്ള ഇച്ചിരി കോളൊക്കെ മൈൻ ചെയ്തിട്ട് നേരെ മൈനിങ്ങിന് പോവുക. ഇവിടെ കേവ് ഉണ്ട്, ആ കേവിൽ ചെന്നിട്ട് നമുക്ക് വേഗം ഒരു അയൺ ആർമർ എടുക്കാം. ദേ ഇരിക്കുന്ന കള്ളൻ. കള്ളാ, നിന്നെയൊക്കെ ഇവൻ എന്ത് കള്ളനാന്നറിയോ? ഇവനക്ക് ഇത്ര ബുദ്ധിന്നറിയാൻ വിചാരിച്ചില്ല. അതങ്ങനെ ഞാൻ തുറന്നു തരണത് ഇതൊക്കെ അടിച്ചിടാം, അല്ലെങ്കിൽ പ്രശ്നമാവും. നമുക്ക് ഫസ്റ്റ് ഇതൊക്കെ അടിച്ചിടാം. ഇങ്ങനെ പറഞ്ഞിട്ട് 1 2 3. ഓക്കെ, 3ആയി. ഇനി നമുക്ക് 3 എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി വയ്ക്കാം. എനിക്കറിയാം ഇവനിപ്പോഴും എന്നെ കൊല്ലാൻ ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ഇതുകൂടെ തന്നെ വയ്ക്കാം. ഓക്കെ ഗൈസ്, ഞാൻ സ്കിന്ന് മാറ്റി. സ്കിന്ന് ഒരു കേപ്പ് കിട്ടു. എങ്ങനെയുണ്ടെന്ന് പറയാം ഗൈസ്, കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്കിന്ന്, എല്ലാവരും കണ്ടല്ലോ. ഈ സ്കിന്ന് എനിക്ക് കിട്ടിയത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വുഡൊന്ന് കളക്ട് ചെയ്തിട്ട് ഗൈസ് രക്ഷപ്പെട്ടു. ഞാൻ നോക്കട്ടെ, വെറുതെ എല്ലാ സാധനം കണ്ടുപിടുന്ന് നോക്കണേ. എന്താടാ ഗൈസ്, ഇത് പൊട്ടനാണ് ഗൈസ്. രക്ഷപ്പെട്ടു ഗൈസ്. ഇങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെട്ടു. ഇങ്ങനെ വെച്ചിട്ട് അവനെ അവനെ എത്തുമോ നോക്കട്ടെ. ഓക്കെ, ഇവനെങ്ങനെ ഇവനെന്തായാലും എൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ കൊല്ലാം. ഓക്കെ ഗൈസ്, ഞാൻ കൊന്നുണ്ട്. എത്ര എണ്ണം കിട്ടി ഗൈസ്? നമുക്ക് നോക്കാം. ദ മൊമെന്റ് ഓഫ് ട്രൂത്ത്. 3 അയൺ, ലിറ്ററലി 3 അയൺ. ആ പൊട്ടന് വേറെ ഒന്നും ഉണ്ടായില്ല തരാൻ, ഡെയിലി പിടിക്കാൻ വേണ്ടി. ഒരു കാര്യം ചെയ്യാൻ, എൻ്റെ ഷീൽഡ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. നമുക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു ഷീൽഡ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അല്ല, 4 അയണ തന്നെ. ആ ഷീൽഡും കൂടി കൂട്ടാണ്. ഇതെന്താ ഗൈസ് ഇങ്ങനെ? ഗൈസ് എന്താ പുതിയ സാധനമാണോ ഗൈസ്? നോക്കി, ഷീൽഡ് കാണില്ല. ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഷീൽഡ് കാണില്ല. എങ്ങനെ അടിക്കുമ്പോൾ ഷീൽഡ് വണ്ടി. ഈ ഫീച്ചർ കൊള്ളാലാ. എനിക്കിതിങ്ങനെ ഒരാഴ്ച ചെയ്ത് നോക്കാം. അതങ്ങനെ ഗ്ലിച്ചായിരിക്കും. ഇത് വർക്കാവുണ്ട്. ഇപ്പോൾ സെറ്റപ്പായി ഗൈസ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള ഷീൽഡ് ഇട്ടുകൊണ്ട് ബിൽഡൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് റീജൻ ചെയ്യാൻ നോക്കാം. റീജൻ എന്ന് വെച്ചാൽ ഹെൽത്ത് കൊണ്ട് അത്രയുള്ളൂ. കളയാനല്ല, കൂട്ടാ. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഇച്ചിരി അയങ്കോളത്തിനെ കൊന്നു. ഇനി എനിക്ക് അതും വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. ഒരു ബൂട്ട് ഉണ്ടാക്കണോ? നമുക്കൊരു കാര്യം ചെയ്യാം, പിക്കാക്സ് ഉണ്ടാക്കാം. ഇവന്മാർ 2 പേരും ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേണ്ട ഞാൻ. എനിക്ക് ആവശ്യം വരും. ഇവന്മാർ 2 പേരും ട്രേഡ് അൺലോക്ക് ചെയ്താൽ എനിക്കറിയില്ല കേട്ടോ ഗൈസ്. ഇവന്മാർക്ക് ഇവിടെയുള്ള എല്ലാ ജോബ് ബ്ലോക്ക് ഞാൻ പൊട്ടിച്ചോളാം. നല്ല ഐഡിയ. എന്തായാലും ഇവന്മാർ ഞാൻ ആരുടെ അടുത്തും ട്രേഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കിനി ഇച്ചിരി കോള് കളക്ട് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കണം. ഇതൊക്കെ ഈ ഇൻവെൻട്രിയിൽ ഇരിക്കട്ടെ താൽക്കാലികമായിട്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നല്ലൊരു ഫാം ഉണ്ടാക്കാം. ഇപ്പോൾ ഈ അയൺ ആർമർ കിട്ടണമെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാം. ഇത് കൈ പിടിക്കാം.
ഗൈസ് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സോഡ് എൻ്റെ കയ്യിലുണ്ട്, ആക്സ് ഉണ്ട്, നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഒരു പിക്കാക്സ് ഉണ്ടാക്കി ഈ ഡെലിവറി ആണേ ഉള്ളൂ, അതും വെച്ചൊരു ഉപയോഗമില്ല. ഇനി നമുക്ക് കോള് വൈൻ ചെയ്യാം. ഈ സൈഡിൽ നിങ്ങൾ കോള് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കോള് കാണിച്ചു തരാതെ കിടക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ കോള് എടുപ്പുണ്ട്. ഗൈസ് അവിടെ അയണുണ്ട്. ഗൈസ് രക്ഷപ്പെട്ടു. ഗൈസ് അവിടെ അയണുണ്ട്. 2 സ്ഥലത്ത് അയണ ഒരുപാട് അയണുണ്ട്. ഗൈസ് രക്ഷപ്പെട്ടു. ഗൈസ് അപ്പോൾ നമുക്ക് ഈ കോളും അയണിൻ്റെ അടുത്ത് ഞാൻ അവിടെ എത്തട്ടെ ഗൈസ്. ഇച്ചിരി ബ്ലോക്ക് വേണ്ടി വരും, അതൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ എത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് ഇവിടെ ഇച്ചിരി കോൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ മൈൻഡ് ചെയ്തെടുത്തു. ഇനി നമുക്കൊന്നുമില്ല. ഇനി നമുക്ക് ഡയറക്റ്റ് മുകളിലത്തെ ഇച്ചിരി അയണുണ്ട്, 2 സ്ട്രിപ്പ്. ഞാൻ 2 ഇതാ കണ്ടേക്കണോ, മറ്റെന്താ പറയണേ അതിന്, 2 സ്ട്രിപ്പ് 2 സ്ഥലങ്ങളിൽ അയണുണ്ട്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ അയൺ ഉള്ളതുകൊണ്ട് എനിക്ക് ഏകദേശം ആവശ്യത്തിന് അയൺ ഉണ്ടാവുമായിരിക്കും. ഇത് ഇവിടെ മാത്രമല്ലായിരിക്കും, ഇനി ഒരുപാട് സ്ഥലത്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയൊക്കെ ഉണ്ടെന്ന്. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഓർ ഓഫ് വെയിൻസ് 2 അയൺ. 2 അയൺ ഗൈസ്. ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ 1 അയണും കൂടി ബാക്കിയുണ്ട്. നമ്മൾ കഴിഞ്ഞ സീരീസിൽ കാണിച്ച മിസ്റ്റേക്ക് ഞാൻ പിന്നെയും കാണിക്കാൻ പോകുന്നില്ല. ഇപ്പം തന്നെ ആ അയണോറ് നമുക്ക് സ്മെൽറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് സ്മെൽറ്റ് ചെയ്തിട്ട് നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കാം. അതാണ് ഗൈസ് എൻ്റെ പ്ലാൻ. ഇവിടെ ഇച്ചിരി സ്മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കാം ഗൈസ്. ഞാൻ ബക്കറ്റ് ഉണ്ടാക്കി അതിനകത്ത് വെള്ളം എടുത്ത് ആവശ്യമുള്ള അയൺ എല്ലാം ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. ഇനിയിപ്പോൾ എല്ലാം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ അധികം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അധികമൊന്നും ഉണ്ടാവില്ലായിരിക്കും ഗൈസ് ഇങ്ങനത്തെ മൗണ്ടൻസിൽ. അപ്പോൾ നമുക്ക് ഞാൻ എല്ലാ ആവശ്യത്തിനും അയൺ കിട്ടുമെന്ന് നോക്കട്ടെ. കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നാൽ ശരി ഗൈസ്, നമുക്ക് നോക്കാം. ഗൈസ് നിങ്ങൾ വിശ്വസിക്കൂല ഞാനിപ്പോൾ എന്താ കണ്ടുപിടിച്ചത്. നമ്മുടെ ഭയങ്കര ഇത് നമ്മുടെ ഏത് എപ്പിസോഡാ? 1ാമത്തെ എപ്പിസോഡ്. നമ്മുടെ സീരീസിൻ്റെ 1ാമത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ ഈ ഗെയിമിലുള്ള ഏറ്റവും റെയറായിട്ടുള്ള ഓറ് കണ്ടുപിടിച്ചിരിക്കുന്നു. ഗൈസ് കാണാത്തവർക്ക് കണ്ടുകൊള്ളുക. നമ്മുടെ എമറാൾഡ് ഓർ ഗൈസ്. ഈ സാധനം ഭയങ്കര റെയറാണ്, മൗണ്ടെയിൻ ടോപ്സിൽ മാത്രം കിട്ടുന്ന സാധനമാണ്. ഇത് സിൽക്ക് ടച്ച് എടുത്തേക്കാണ് ഞാൻ. ഇതും വെച്ചെടുത്താൽ ഇത് എമറാൾഡായിട്ട് കിട്ടും. ഞാൻ സിൽക്ക് ടച്ചുള്ള ഒരു പിക്കാക്സ് വെച്ചെടുക്കും. അതും വെച്ച് ഇത് മൈൻഡ് ചെയ്യുമ്പോൾ ഒരു ഫ്ലെക്സ് ആയിരിക്കും ഗൈസ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ ചെയ്താൽ മതി. ഇതിവിടെ പിന്നെ വേറെ അയൺ നോക്കിയപ്പോഴാണ് എനിക്ക് ആ സാധനം കിട്ടിയത്. ഞാൻ ഇത് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല, എമറാൾഡിൻ്റെ ഓറ്. ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് നമുക്ക് അധികം എമറാൾഡിൻ്റെ ഓറൊക്കെ കിട്ടണം. പിന്നെ അത് ഭയങ്കര റെയറുമാണ്. പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ റെയറാണ് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കിട്ടി സാധനം. ഇതിൻ്റെ ലൊക്കേഷൻ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം, ആവശ്യം വരും. പക്ഷെ എന്തെങ്കിലും അവിടെ നമുക്ക് താഴോട്ടേക്ക് കുഴിച്ച് പോവാം. ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ട് ചാടിയാൽ മതി. അപ്പോൾ നമ്മുടെ 2ാമത്തെ അയണും കിട്ടി. അപ്പോൾ ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, വാട്ടർ ബക്കറ്റിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് 3 അയണുണ്ട്. എൻ്റെ കയ്യിൽ ഇനി 3 അയണും കൂടി കിട്ടി. അതും വെച്ചിട്ട് ഒന്നും ചെയ്യാനും പറ്റില്ല. ഒരു ബൂട്ട് പോലും ഉണ്ടാക്കാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ് ഗൈസ്. ഒരു ബൂട്ട് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ബ്രെഡ് കഴിച്ചപ്പോൾ തന്നെ കിട്ടി ഗൈസ്. അടുത്ത അയൺ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് കയറാൻ ഇച്ചിരി പാടാണ്. എന്നാലും ഇത്രയും സുഖമായിട്ട് അയൺ കിട്ടണ വലിയ കാര്യമല്ലേ ഗൈസ്. ഞാൻ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ ഈ പ്രത്യേകിച്ച് ഈ പോക്കറ്റ് എഡിഷനിൽ. ഇങ്ങനെ എടുത്ത് ചാടാം. അയ്യോ ചത്ത്. ഞാൻ അങ്ങനെ ചാടില്ല. പാർക്കോറ് പോയാൽ ഞാൻ ചമ്മൂഞ്ചും. ഞാൻ ഉള്ള ബ്ലോക്സ് എല്ലാം ഉപയോഗിച്ച് എൻ്റെ അയൺ അവിടെ ഒരു പീസ് അയണായണ്ടല്ലേ എനിക്ക് ദേഷ്യം വരും ഗൈസ്. അത് കിടക്കുന്നു. 2 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല ഒരെണ്ണമുള്ളൂ ഗൈസ്. നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് ഒന്ന് കയറിയിട്ട് നമ്മൾ ഇതിങ്ങനെ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കയറിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കയറാം. ഇങ്ങനെ കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ ഈ ആവശ്യമുള്ള എല്ലായിടും കണ്ടുപിടിച്ചിട്ടാൽ നിങ്ങൾ കാണുള്ളൂ എന്ന് ഞാൻ പറഞ്ഞേ. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിന്ന് ആവശ്യമുള്ള അതിന് കിട്ടുമെന്ന്. എനിക്ക് പിന്നെയും കേവി കയറേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണേ. എന്നാലും കിട്ടിയല്ലോ എന്ന് ശരിയാ ഗൈസ്. 1 അയണിന് വേണ്ടി എത്രയും കഷ്ടപ്പെട്ടെ. 1 അയണിന് വേണ്ടി ഞാൻ ചാടി ഗൈസ്. എന്തവസ്ഥയാണ്
ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ബൂട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിപ്പോൾ ഇപ്പോൾ തന്നെ ഉണ്ടാക്കല്ല ഞാൻ ഗൈസ്. നമുക്ക് ഇനി നോക്കാം അവിടെ എവിടെയെങ്കിലും. നമുക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സുഖമായിട്ട് കിട്ടും. ഇപ്പോൾ തന്നെ രാത്രിയാവുമെന്ന് തോന്നണേ ഗൈസ്. മുകളിലോട്ടൊക്കെ സൂര്യനെ പോലും കാണാൻ പറ്റില്ല ഇവിടെ ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. ഭാഗ്യത്തിന് ഈ സ്ഥലത്ത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് പറയട്ടെ, ഈ ഏരിയയിൽ നമുക്ക് നിറച്ചും കോളുണ്ടാവും. നമുക്ക് ഡയമണ്ട് ആർമർ ഇട്ടാൽ സുഖമായിരിക്കും. എന്താണെന്ന് പറയട്ടെ, കാരണം ടൂൾ സ്മിത്തിൻ്റെയും ഈ ആർമറിൻ്റെ ഒക്കെ ആദ്യത്തെ ട്രേഡ് കോള് വിൽക്കലായിരിക്കും. അപ്പോൾ ഇവിടുന്ന് പറ്റുന്നതൊരു കോള് ഞാൻ എടുത്തിട്ട് അവന്മാർ മേത്ത് പോയി വിൽക്കുകയാണെങ്കിൽ സുഖമായിരിക്കും. അപ്പോൾ എനിക്ക് ഫ്രീ ഡയമണ്ട് ആർമർ കിട്ടും. ഫ്രീ അല്ല, ഇച്ചിരി കഷ്ടപ്പെടണം. ഡയമണ്ട് ആർമർ ഇട്ടാൽ ഭയങ്കര സുഖമായിരിക്കും. ഈ ആർമറും ടൂൾ സ്മിത്തും ഉള്ളതുകൊണ്ട് ഡയമണ്ട് ആർമർ പ്ലസ് ടൂൾസ്. ബെഡ് റോക്കിലെ കൊണ്ട് 2 ആർമറും 2 ടൂൾ സ്മിത്തും വേണം മിനിമം. നമുക്ക് ഫുൾ അയൺ ആർമർ കിട്ടണമെങ്കിൽ മറ്റേ ഡയമണ്ട് ആർമർ കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനൊന്ന് സെറ്റ് ആവണം. ഫസ്റ്റ് എനിക്ക് ഫുൾ അയൺ ആർമർ ആവണം. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വീട് വേണം. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഫാം വേണം. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ബ്രീഡർ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ട്രേഡിങ് ഹാളിലോട്ട് പോകണ്ടേ. ഈ ഒരുപാട് ദൂരമുള്ള ജേർണിയാണ്. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോയും കാണുന്നുണ്ട് ഗൈസ്. ഈ സീരീസ് തന്നെ സ്പെഷ്യൽ സീരീസാണ്. ഞാൻ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു ഇതും പറഞ്ഞ്. നമുക്ക് ഇതിനകത്ത് ഇവിടെ ഒരുപാട് കോള് കിടപ്പുണ്ട് ഭാഗ്യത്തിന്. ഇവിടെ നിന്ന് ഈ സോംബിയുടെ ഒച്ചേക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ എവിടെയും പോയി നോക്കാം ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് പോകേണ്ടി വരും. നോക്കട്ടെ ഇവിടെ വേണമെങ്കിൽ കിടപ്പുണ്ടാവും ഗൈസ്. ഇനി നമുക്ക് ഇനിയുള്ള അടുത്ത അയൺ ഓറിൻ്റെ സ്ട്രിപ്പ് മൈനിങ് ഓറിൻ്റെ വെയിൻ കിട്ടിയിട്ട് കാണാം ഗൈസ്. ഇവിടെ ഉള്ള ആകെപ്പാട്ടുള്ള ഓറായിരിക്കും തോന്നണം എനിക്ക്. അതിന്ന് എന്നിട്ട് അയൺ ചെയ്യുക ഗൈസ്. നമുക്ക് നേരെ കേവി പോയാലോ എന്ന് ആലോചിക്കണേ ഞാൻ. നമുക്ക് ആവശ്യത്തിന് ടോർച്ചും ഉണ്ട്, ഫുഡും ഉണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, കേവി തന്നെ ചെല്ലാം. വേറെ പണിയില്ല. നമുക്ക് അങ്ങോട്ട് വേറെ കേവി ചെല്ലാം. വെറുതെ ഇങ്ങനെ ടൈം വേസ്റ്റ് തന്നെ കാണാൻ നല്ലത് കേവി ചെല്ലണേ. നമുക്ക് കേവി ചെല്ലാം. കേവി കാണാം ഗൈസ്. നമുക്ക് അടുത്ത ഓറിൻ്റെ വേ കിട്ടി ഗൈസ്. ഞാൻ ഇപ്പോൾ ചാവും ഗൈസ്. ഇപ്പോൾ രാത്രി ആവാറായിട്ടില്ല. അപ്പോൾ കുഴപ്പമില്ല ഗൈസ്. നമുക്കപ്പോൾ ഇങ്ങോട്ട് ഇങ്ങനെ കയറിയിട്ട് നമുക്ക് ഇങ്ങോട്ട് ചെല്ലാം ഗൈസ്. അങ്ങോട്ട് ഗൈസ് ഇത് അന്യായ പാടാണ്. ഞാൻ ഹാർഡായിട്ടാണ് കളിക്കുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കണം. സബ്സ്ക്രൈബ് അടിക്കുക ആരും മറക്കരുത് ഗൈസ്. ഇച്ചിരി പാടാണ്. ഇച്ചിരിയല്ല, അന്യായ പാടാണ്. അത്രേ ഉള്ളൂ ഗൈസ്. അയ്യോ ഇതെങ്ങനെ ഇങ്ങനെ കയറി എനിക്ക് എന്താ ഇവന്മാർക്ക് ഇൻ്റലിജൻസ് കൊടുത്തിട്ടുണ്ടായി ഈശോ പിടിക്കാൻ വേണ്ടി. ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ കയറുക ഗൈസ്. ഗൈസ് എല്ലാവരും കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് അടിക്കുന്നത്. അന്യായ പാടാണ് ഗൈസ്. ഇപ്പോൾ എത്രാമത്തെ പ്രാവശ്യം ചത്തിട്ട് വന്നെന്ന് അറിയോ ഇല്ല. ഇത് ഞാൻ ഈ അയമറ പൊട്ടിക്കുകയാണ്. ഞാൻ മൂഞ്ചു. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ഗൈസ്. ഞാൻ പെട്ട് ഗൈസ്. ഞാൻ ചത്തു. ആണ് സാധനം ഗൈസ്. ഇവന്മാരെല്ലാം കൊന്നിട്ട് കാണാം. ഞാൻ ഇനി അയൺ ഓർ കണ്ടുപിടിച്ചിട്ട് കാണാം. അല്ല ഇനി എല്ലാം മൈൻ ചെയ്തിട്ട് കാണാം ഗൈസ്. ഞാൻ മൈനിങ് കഴിഞ്ഞ് വന്നിരിക്കുന്നു. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടില്ല ഗൈസ്. ഞാൻ 4 പ്രാവശ്യം ചത്തു. 5 പ്രാവശ്യമല്ല 2 പ്രാവശ്യം. എനിക്കറിയില്ല, ഞാൻ എണ്ണിയില്ല ഗൈസ്. ഞാൻ എങ്ങനെയൊക്കെയോ വന്നു ഗൈസ്. ലാവയിലും ചത്തിയില്ല ഭാഗ്യത്തിന്. അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം ഭാഗ്യത്തിന് കിട്ടി. ഇനി നമുക്കുണ്ടല്ലോ ഗൈസ്. ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു ഫർണസ് എടുത്ത് തരണം. ഗൈസ് നമുക്ക് ഈ ഫർണസിൽ എനിക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. 26 അയണും ബാക്കി ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ 26 അയൺ കളയാം. ഓക്കെ ഗൈസ്. ഞാൻ പറയാൻ മറന്നു. എൻ്റെ കോളെല്ലാം ഞാൻ കളഞ്ഞ് ഗൈസ്. നമുക്ക് ഇത് വെട്ടിയിട്ട് എടുക്കണം ഗൈസ്. ഇതിൻ്റെ ബ്യൂട്ടി കളയും. ഇഷ്ടമല്ല ബ്യൂട്ടി കളയണം. എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇച്ചിരി മരം വെട്ടാൻ നോക്കാം ഗൈസ്. ഞാൻ ഓർത്തപ്പോഴാണ് ഇവിടെ ഒരു മരവും ഇല്ല ഗൈസ്. ഇവിടെ ആകെപ്പാട് ചെറിയ വീടുണ്ട്. 10 നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റനിലെ വാള് പോലെ നിൽക്കണം ഗൈസ്. ഗൈസ് ഫോർ സം റീസൺ ഞാൻ ക്രാഷായി. ഞാനൊരു ഗ്ലിച്ച് കണ്ടുപിടിച്ചു ഗൈസ്. നോക്ക് ഗൈസ്. നേരത്തെ 26 ഉണ്ടായിട്ടുണ്ടായുള്ളൂ. ഇതിലേറെ കിട്ടി ഗൈസ്. പക്ഷേ ഞാൻ ചീറ്റിങ് ചെയ്യൂല. ഞാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. അല്ലാണ്ട് ചെയ്തൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ഈ വേൾഡിലല്ല. എന്നാലും ഈ ചീറ്റിങ് ഞാൻ ചെയ്യൂല ഗൈസ്. വെറുതെ ഇങ്ങനെ ഡ്യൂപ്പ് ചെയ്ത് 26 അങ്ങനെ വെറുതെ എടുക്കുന്നില്ല ഗൈസ്. ഇത് പോട്ടെ.
ഞാൻ ഡ്യൂപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഗൈസ്. എൻ്റെ ഫർണസും ഡ്യൂപ്പ് ചെയ്യും, അത് പറഞ്ഞോ. ഫർണസ് 2 ഫർണസായി. അത് കുഴപ്പമില്ല, 8 സ്റ്റോണൊക്കെ അല്ലേ ഉള്ളൂ, അത് വലിയ പ്രശ്നമൊന്നുമില്ല. 76 അയണാറിൻ്റെ പ്രശ്നം. ഞാൻ അങ്ങനെ ഡ്യൂപ്പൊന്നും ചെയ്യാനുള്ള. നമുക്ക് ഫർണസ് ഡബിൾ ചെയ്ത് നന്നായി. നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് വേഗം ചെന്നിട്ട് നമുക്ക് ഇച്ചിരി സ്ലാബ്സ് ഉണ്ടാക്കാം. പക്ഷേ ഇതെന്താ സംഭവിക്കണം, എന്നാ ലാക്കാന്ന് അറിയുമോ? എൻ്റെ ആകെപ്പാടി ഫോണിൽ ഇച്ചിരി ശതമാനമുണ്ട്. ഇതൊക്കെ ഒപ്പിച്ചെടുക്കണം. ഓക്കെ ഗൈസ്, വേഗാവട്ടെ. ഓക്കെ വേഗമാവണം. നമുക്ക് ഇതനുസരിച്ച് ഇത് വന്നനുസരിച്ച് നമുക്ക് ഇത് കാണണം. നമുക്ക് വേഗമായിട്ട് ഒരു അയൺ. ഇത് പ്രശ്നമായി ഗൈസ്. ഇത് എന്തെങ്കിലും തീരുമോ? 26 അയൺ എടുക്കാമെന്ന് ഞാൻ ഇതിൻ്റെ കളഞ്ഞ്. അയ്യോ, അത് ഉണ്ടോ നോക്കട്ടെ ഗൈസ്. അവിടെ ഡീസ്പോൺ ഉണ്ടാവും. എടുത്താലോ ഗൈസ്? 26 ആണ്. വേണ്ട ഗൈസ്, ഞാൻ അങ്ങനെ എടുക്കണ്ട, വെറുതെ എടുക്കണ്ട. ഇനിയിലാവട്ടെ. മൂന്നയൻ 4 അയണായി ഗൈസ്. വേഗം ഒരു വേഗം ബൂട്ടുണ്ടാക്കാം ഗൈസ്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിങ്ങനെ ഇരിക്കാം. നിങ്ങളെൻ്റെ സ്കിന്ന് കണ്ടില്ലേ? ഈ സ്കിന്ന് മാറിപ്പോയി, ഗെയിം ക്രാഷായി തോന്നണേ. എന്നാലും നമുക്കിങ്ങനെ ചെയ്യാം ഗൈസ്. എൻ്റെ സ്കിന്ന് ക്രാഷായി, എന്തായാലും കുഴപ്പമില്ല. ഒന്നാമത്തത് ഇത് നമുക്ക് ഇത് നോക്കാം. 4 അയൺ പിന്നെയും കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ 3 അയൺ 7 അയൺ വെച്ച് നീ ഉണ്ടാക്കാൻ പറ്റുമോ? ഹെൽമെറ്റിൻ്റെ ഉണ്ട്, ലെഗിങ്സ്. ഇനി ഒരു ബൂട്ടും കൂടി മതി. അല്ല, ഇതും കൂടി മതി. 2 അയൺ നമുക്ക് നോക്കാം. 3 അയൺ. 3 അയൺ. വേഗം ഗൈസ്, ഇപ്പോൾ രാത്രിയാവും. വേഗമാവട്ടെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, 1 അയൺ. ഗൈസ്, എൻ്റെ ഫ്യൂൽ തീർന്നു പോയി. എന്ത് ചെയ്യും? എൻ്റെ ഫ്യൂൽ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. എൻ്റെ ഉള്ള ഫ്യൂലെല്ലാം എടുത്ത് കൊടുക്കാം. എൻ്റെ ഒന്നുമില്ല, ഞാൻ പെട്ട്. ഇത് 2 അയൺ. നമുക്ക് ഇത് നോക്കാം. ഇത് 7 അയൺ. എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ ഗൈസ്? ഒന്ന് ഇത് മാറട്ടെ പേഴ്സൺ. ഗൈസ്, വേഗമാവട്ടെ. വേഗം പോയി കിടന്ന് ഉറങ്ങാം. ഏറ്റവും നല്ല ഐഡിയ ഗൈസ്. ഞാൻ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ നിർത്തണത് എനിക്ക് ഫുൾ അയണാറ് കിട്ടിയിട്ടാണ്. ഒരു ചെസ്റ്റ് പ്ലേറ്റും കൂടി മതി, എന്നാലും കുഴപ്പമില്ല. ഫുൾ അയണാറിന് ടൂൾസ് ഉണ്ടാക്കിയിട്ട് ഞാൻ പോകണുള്ളൂ. ടൂൾസ് ആക്സറിന് മിസ്സിങ് ആണ്, കുഴപ്പമില്ല. വേഗമായിട്ട് കിടന്നോട്ടെ. സമയം ഓടാ ഗൈസ്. പിട്ട് വേഗമായിട്ട് ഒന്നുമില്ല. പിന്നെ ഗെയിം ക്രാഷായി. ഒന്നുമില്ല ഗൈസ്, മൂഞ്ചിപ്പോയി. പിന്നെ ഗെയിം ക്രാഷായി. ഇനി നമുക്ക് വേഗം പോയിട്ട് ഇത് സാധനം സ്മെൽറ്റ് ചെയ്യാം ഗൈസ്. സമയമില്ല. ഇവിടെ നമുക്ക് ഇത് സ്മെൽറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ നോക്കിയാൽ ഇതൊക്കെ വേഗം സ്മെൽറ്റ് ചെയ്തിട്ട് ഒരു ചെസ്റ്റ് പ്ലേറ്റും കൂടി ഉണ്ടാക്കും. ഒരു അയൺ മതി ഗൈസ്. അപ്പോൾ നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ നോക്കാം ഗൈസ്. പറഞ്ഞ പോലെ എൻ്റെ സ്കിന്ന് ഞാൻ പിന്നെ എടുത്തു. സ്കിന്ന് ശരിയായി. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഫ്രണ്ട് വയ്ക്കാം. ഇട്ടിട്ടോ ഗൈസ്. നമ്മുടെ ലാസ്റ്റ് പീസ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീരാൻ പോവാണ് ഗൈസ്. എല്ലാവരും കണ്ണുകൊള്ളുക. നമ്മുടെ എപ്പിസോഡിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഫുൾ അയൺ ആർമർ. ഒരു എപ്പിസോഡിൽ ഫുൾ അയൺ ആർമർ പോക്കറ്റ് എഡിഷൻ ഞാൻ ചെയ്തിരിക്കുന്നു. ഇതെല്ലാ സീരീസിലും ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ ആദ്യത്തെ സീരീസിലും ചെയ്തു, രണ്ടാമത്തെ സീരീസിലും ചെയ്തിരിക്കുന്നു ഗൈസ്. ഇന്നത്തേക്ക് എത്ര ഉള്ളൂ. ഇനി നാളെ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണാം ഗൈസ്. ബൈ.